മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുക്കുടുംബം പോലെ ശാന്തിയും സമാധാനവും നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 138:7 ഇപ്രകാരം പറയുന്നു: കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നുവെന്ന്. ഇന്ന് കുവൈറ്റിൽ നിന്നുള്ള ഈ കുടുംബം തങ്ങളനുഭവിച്ച ദൈവപരിപാലനയുടെ വഴികൾ നമ്മളുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും വിശുദ്ധിയുടെ വിളനിലയങ്ങളായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ സംഗീതത്തിലൂടെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രിയുടെ സ്വന്തം പാട്ടുകാരനായ ടോജോയെയും കുടുംബത്തെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ടോജോ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നവരല്ലേ. ടോജോയുടെ കുടുംബത്തെയും അതുപോലെ ജോലിയെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ടോജോ വർഗീസ്. ഞാൻ കുവൈറ്റ് മിനിസ്ട്രിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. സൈക്കാട്രിക് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഭാര്യയും 3 കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഭാര്യയുടെ പേര് രമ്യ, മൂത്ത മകൻ എഡ്വിൻ, രണ്ടാമത്തെ മകൻ ഡിയോൺ, മകളുടെ പേര് ട്രീസ മരിയ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഒരു മിനിസ്ട്രിയിലേക്ക് ഈശോയാണ് ടോജോനെ തിരഞ്ഞെടുത്തത്. ഈ ഒരു മിനിസ്ട്രിയിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്തായിരുന്നു? അവരുടെ നേഴ്സസ് മിനിസ്ട്രിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ മുഖേനയാണ്. അദ്ദേഹം എന്നോട് എപ്പോഴും നേഴ്സസ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, എല്ലാ ചൊവ്വാഴ്ചകളിലും പള്ളിയിൽ കൂട്ടായ്മയുണ്ട് എന്ന് പറയും. അവിടെ പാട്ട് പാടാനൊക്കെ എനിക്കും സാഹചര്യമുണ്ട്, അവസരമുണ്ട്. അപ്പോൾ അതിലേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഒരുപാട് തീഷ്ണതയോടുകൂടിയാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എത്രമാത്രം തീഷ്ണതയോട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അത്ര തീഷ്ണതയോടുകൂടി ഞാനത് നിരസിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഒരു ശല്യമായിട്ട് നമുക്ക് മാറിയല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾക്ക് എനിക്ക് അന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയമില്ലായിരുന്നു. കാരണം ജോലി, കുടുംബം, കാരണം സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് കടന്ന് വിശ്രമിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അന്നേരം. പിന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും ആ സമയത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഉണ്ടായിരുന്നു. 2014 നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ബാസി ഇടവകയിലെ വികാരിയച്ഛൻ ഒരു ദിവസം എന്നെ വിളിക്കുകയും എന്നോട് പറഞ്ഞു, നേഴ്സസ് മിനിസ്ട്രിയിൽ ഗ്രേറ്റ് കോള് എന്ന് പറഞ്ഞ ഒരു വലിയ ശുശ്രൂഷയുണ്ട്, അതിലേക്ക് പാട്ട് പാടാൻ എന്നെ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ പോയില്ല. പിറ്റേ ദിവസവും അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പം എൻ്റെ സഹോദരനും രമ്യയും എന്നോട് പറഞ്ഞ് തീർച്ചയായിട്ടും പോകണം, കാരണം ദൈവം വലിയൊരു അവസരം ഒരുപാട് നാളുകൾക്ക് ശേഷം തരികയാണ്, അപ്പോൾ അത് ഒരിക്കലും നിരസിക്കരുത്, അതിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടുകൂടി ഞാൻ അവിടെ പോയി. അച്ഛൻ ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എനിക്കതിൻ്റെ സീരിയസ്നെസ് അറിയില്ലായിരുന്നു, എന്താണ് ഈ ഗ്രേറ്റ് കോൾ എന്ന് പറയുന്നത് ഒന്നും. പിന്നീട് ഒരു ട്യൂസ്ഡേ പ്രയറിന് പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ കുറേ ചേച്ചിമാർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഗ്രേറ്റ് കോൾ എന്ന് പറഞ്ഞ് ഇതാണ് സംഭവം, അതായത് 12,000 പേരുടെ ഒരു വലിയ ഒരു കൂട്ടായ്മയാണെന്നും. ഇത്രയും വലിയൊരു തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഷാലോം TV-യിലെ വലിയ അഭിഷേകം നിറഞ്ഞ ഒരു പ്രീച്ചറാണ് ഈ ശുശ്രൂഷ നയിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ പാട്ട് പാടേണ്ടതെന്നും അങ്ങനെയുള്ള ഒരു ചിന്ത എന്നെ വലിയ ടെൻഷൻ എനിക്ക് ഉണ്ടായി. പിന്നെ അതിനുവേണ്ടി ഇപ്പുറത്തൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലെ എല്ലാവരും. അങ്ങനെ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു. കുർബാന തുടങ്ങുന്നതിന് മുന്നേ ഈ ശുശ്രൂഷ നയിക്കുന്ന അദ്ദേഹം ഞങ്ങളെ കൊയർ മെമ്പേഴ്സിനെ എല്ലാം വിളിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ശരിക്കും എനിക്ക് ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന അതിനോടൊക്കെ എനിക്ക് വളരെ എതിർപ്പുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കര പ്രകാശം ഫീൽ ചെയ്യാൻ തുടങ്ങി. അൾത്താരയിൽ നോക്കിയപ്പം ഭയങ്കര പ്രകാശം. അപ്പോൾ ഞാൻ കീബോർഡ് വായിക്കുന്ന അദ്ദേഹത്തോട് പറഞ്ഞു, അൾത്താരയിൽ എന്തിന് ഇത്രയും ലൈറ്റ് ഇട്ടേക്കുന്നു, ഭയങ്കര പ്രകാശമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ ലൈറ്റൊന്നുമില്ല, നീ പാട്ട് പാടിക്കോ, അവിടെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ശുശ്രൂഷ തീരുന്നിടം വരെ ഈ പ്രകാശം ഉണ്ടായി. അപ്പോൾ എനിക്കുണ്ടായ ബോധ്യം, ആ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ദൈവം എനിക്കൊരു ബോധ്യം ഒഴിവാക്കി തരുവാനുണ്ടായി, ദൈവസ്നേഹം. അങ്ങനെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്തപ്പോൾ അതൊരു അഭിഷേകമായി
തീർന്നെന്നാണ് എൻ്റെ വിശ്വാസം. ടോജോ ഈ മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. ടോജോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ടോജോയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന്? അതൊരു നല്ല ചോദ്യമാണ് വരുന്നത്. കാരണം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. കാരണം ഈ മിനിസ്ട്രിയിൽ വന്നില്ലായിരുന്നെങ്കിൽ സാധാരണ ഒരു വ്യക്തിയെ പോലെ എൻ്റെ ജീവിതവും മുമ്പോട്ട് പോയേനെ. അതായത് ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് വരിക, കടവുള്ള ദിവസങ്ങളിൽ കുർബാനയ്ക്ക് വരിക, പിന്നെ നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്കുള്ള കുറച്ച് ലൈഫ് സ്റ്റൈലുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയേനെ. ഒരു സാധാരണ ക്രിസ്ത്യാനി അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ദൈവാനുഭവം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റി, ദൈവസ്നേഹം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റി. കാരണം ഒരുപാട് പേര് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരോട് പറയുക. അപ്പോൾ ഇൻ്റർസെഷൻ മിനിസ്ട്രി, അങ്ങനെ പല മിനിസ്ട്രികൾ വഴി നമ്മുടെ പ്രെയർ റിക്വസ്റ്റുകൾ ഇടുന്നു. അങ്ങനെ നമുക്ക് പ്രാർത്ഥന സഹായങ്ങൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പേഴ്സണൽ പ്രെയർ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് പറ്റി. അതിൻ്റെ ഫലം കാണാൻ തുടങ്ങിയത് കുഞ്ഞുങ്ങളിലൂടെയാണ്. അവരും രാവിലെ എണ്ണീറ്റ് വന്ന് ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റി. അതൊക്കെ വലിയ സന്തോഷമാണ് ഉണ്ടായത്. എനിക്കറിയാം ടോജോ ഈശോയുടെ സ്വന്തം പാട്ടുകാരനാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തി രമ്യയ. എന്തായിരുന്നു അതിന് കാരണം? ശരിയാണ്, ആഗ്രഹിച്ചിരുന്നു. നാട്ടിലായിരിക്കുമ്പം എല്ലാ പള്ളിയിൽ, ഇടവക പള്ളിയിൽ പാടാനൊക്കെ പോവും. ഇവിടെ വന്നതിന് ശേഷം വർഷങ്ങളോളം പാട്ടിലൊന്നും അങ്ങനെ പോവാറില്ല. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുമായിരുന്നു. ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടും എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുമായിരുന്നു. പിന്നീടാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇവിടെയുള്ള കത്തീഡ്രൽ ചർച്ചിൽ എന്നെങ്കിലും ഈ കുവൈറ്റ് വിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം എനിക്ക് പാട്ട് പാടണമെന്ന്, അതിൻ്റെ ഒരു വലിയ സ്വപ്നമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്വപ്നത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, അത് എന്നെങ്കിലും ദൈവം നടത്തി തരണേന്ന്. എനിക്കൊന്ന് ടോജോയുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി എനിക്കൊന്ന് രമ്യ ഒരുപാട് പ്രാർത്ഥിച്ചു കേട്ടോ. ഈ കുവൈറ്റിൽ അബ്ബാസിയ പാരീഷിൽ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ പല ശുശ്രൂഷകളിലും രമ്യയുടെയും അതുപോലെ കുഞ്ഞുങ്ങളുടെയൊക്കെ സാന്നിധ്യവും പ്രാർത്ഥനയൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലൊക്കെ ഒരുപാട് അനുഭവിച്ചു. നിങ്ങൾ അനുഭവിച്ച ആ ഒരു ദൈവ അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? അത് ആദ്യമേയൊക്കെ പാട്ടിൻ്റെ പ്രാക്ടീസ് നടത്തിയിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു. എല്ലാവർക്കും സൗകര്യാർത്ഥം വീട്ടിൽ വെച്ചായിരുന്നു പ്രാക്ടീസ്. അപ്പോൾ അത് കഴിയുമ്പോൾ ചേച്ചിമാർ ചോദിക്കും, രമ്യ വരുന്നില്ലേ? അങ്ങനെയൊക്കെ ആദ്യമൊക്കെ അവരുടെ നിർബന്ധപൂർവ്വമൊക്കെ ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ അവിടെ വന്നതിന് ശേഷം ഓരോ ആരാധനയും പ്രൈസ് ആൻഡ് വർഷിപ്പുകളും അതൊക്കെ ഒരുപാട് ഞങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങി. എന്നും ഞങ്ങൾ അതിനകത്ത് വരാൻ തുടങ്ങിയോ അതിന് ശേഷം ഞങ്ങൾ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും കാത്തിരിക്കുമായിരുന്നു. എല്ലാം ഞങ്ങൾക്ക് ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ ഓരോ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. എൻ്റെ മൂത്ത മോന് എപ്പോഴും സിക്കായിരുന്നു. ഒരു വർഷത്തിൽ 3-4 വട്ടം വീതം ന്യൂമോണിയ വരികയായിരുന്നു. അതിന് ഞങ്ങൾ ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ ഒരു പ്രാർത്ഥനാ സഹായം എല്ലാവരോടും ചോദിച്ചു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഉടൻ തന്നെ അവൻ്റെ ആ ന്യൂമോണിയ വിട്ടുമാറി. അതിനുശേഷം അവനത് വന്നിട്ടേ ഇല്ല. ഈശോയ്ക്ക് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും തീരാത്തൊരു അത്ഭുതമായിട്ട് ഞങ്ങൾ ഇതിനെ കരുതുന്നു. അതുപോലെ തന്നെ വരണേ രമ്യയ്ക്ക് ഒരു തലവേദന വന്നായിരുന്നു. അപ്പോൾ തലവേദന വന്ന് പെട്ടെന്ന് അവളെ ന്യൂറോളജി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പെട്ടെന്ന് ഒരുപാട് ഇൻവെസ്റ്റിഗേഷനുകളൊക്കെ ചെയ്യുന്നു. ഡോക്ടർ എന്തോ വലിയൊരു ഡയഗ്നോസിസിലേക്ക് അതിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ കൊയറിലുള്ള നേഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരു ചേച്ചിയായിരുന്നു അവിടെ ഞങ്ങൾക്ക് അതിനുള്ള സഹായം ഒക്കെ ചെയ്തു തന്നിരുന്നത്. അപ്പോൾ ചേച്ചി അവിടെ ബെഡെല്ലാം ഫുള്ളായിരുന്നു. പക്ഷേ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരു റൂം തന്നെ ഒരുക്കി തന്നു അവിടെ. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷനുകളും ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ എല്ലാവരോടും സഹായം തേടി, മാതാവിൻ്റെ സഹായം തേടി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഒന്നും ഉണ്ടാവില്ലെന്ന് ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. റിസൾട്ടുകളെല്ലാം വന്നു. എല്ലാം നോർമലായിരുന്നു ദൈവാനുഗ്രഹത്താൽ. അങ്ങനെ ആ ഒരു വലിയൊരു അനുഭവം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ദൈവസ്നേഹം ഞങ്ങളിലേക്ക് പതുക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയ സമയങ്ങളായിരുന്നു അതെല്ലാം. അത് ടോജോ എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ആ ഒരു വിളി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. സങ്കീർത്തനം 127:3 ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം. രമ്യയുടെ 3ാമത്തെ പ്രഗ്നൻസി വളരെ കോംപ്ലിക്കേഷൻ നിറഞ്ഞതായിരുന്നു. ചുറ്റുമുള്ളവരും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം വരെയും നിങ്ങളെ കുറ്റപ്പെടുത്തി. പക്ഷേ നിങ്ങളെടുത്ത ഒരു തീരുമാനം അത് വളരെ വലുതായിരുന്നു. അതെന്തായിരുന്നു അത്? ശരിയാണ്, അത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇനിയൊരു കുട്ടി വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. ഡോക്ടറും പറഞ്ഞിരുന്നു ഇനി വേണ്ട, അതല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചു.
പക്ഷെ ഞങ്ങളോട് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നവരൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈശോയുടെ കയ്യിൽ 3 കുട്ടികളെയാണല്ലോ കാണുന്നത്, എന്നാലും ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഇല്ല അത് ഒരിക്കലും സംഭവിക്കില്ല, ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്തു, വേണ്ട ഇനി ഇല്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ഞങ്ങൾ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആദ്യം കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു, അറിഞ്ഞപ്പം കരയാനാണ് തോന്നിയത്. പിന്നെ ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഇതല്ലേ ഈശോ കാണിച്ചു തന്ന കുഞ്ഞല്ലേ, ഞങ്ങൾ ചോദിച്ച് മേടിച്ചതല്ലല്ലോ, അപ്പോൾ തന്ന ആൾക്ക് അതിന് ഈശോയ്ക്ക് നോക്കാനറിയാം എന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് നല്ല ധൈര്യമായി. അതിനുശേഷം ഇത് ആരോട് ഞങ്ങളിതിനെപ്പറ്റി സംസാരിച്ചു, എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു ചെയ്തത്, കുറ്റപ്പെടുത്തുമായിരുന്നു ചെയ്തത്. പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര ധൈര്യമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടറോട് സംസാരിച്ചപ്പോഴും ഇതേ റിയാക്ഷനായിരുന്നു. മെഡിസിൻ ഒന്നും എടുക്കണ്ട, കുഞ്ഞ് പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള രീതിയിൽ മെഡിസിൻ ഒന്നും തന്നില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കുഞ്ഞിനൊന്നും വരത്തില്ലേന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈവൻ ഹസ്ബൻഡിനെ പോലും ഡോക്ടർ ഒരുപാട് അങ്ങനെ കുറ്റപ്പെടുത്തി. പക്ഷേ അതിനുശേഷം ഒന്നും ഉണ്ടായില്ല, കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. 5 മാസമായപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇത് മിസ്കാരേജ്, വിത്തിൻ 2 days ഡെലിവറി ആവും, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം. ബേബിയാണ് 5.5 months ഉണ്ടായാലുള്ള കോംപ്ലിക്കേഷൻസ് രമ്യക്ക് അറിയാമോ എന്ന് പറഞ്ഞു. അതായത് വിത്തിൻ 2 days കുഞ്ഞ് ഡെലിവറി ആവും, അങ്ങനെ വരെ പറഞ്ഞു. പക്ഷേ ഞാൻ പേടിച്ചു. അപ്പം ടോജ എന്ന് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഇത് തന്നത് ഈശോയാണെങ്കിൽ ഒന്നും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തിരിച്ചു വന്ന്. അപ്പം പ്രാർത്ഥനയിൽ ഈശോയുടെ ഒരു ദൂതൻ ഈശോയെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു. ഞങ്ങളോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല, നിങ്ങളുടെ മറ്റ് 2 പ്രസവത്തേക്കാൾ വളരെ നല്ല രീതിയിൽ ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് ആദ്യത്തേന് ഈശോ എൻ്റെ കൂടെ ഇല്ലായിരുന്നു, പക്ഷേ ഈ 2 അതിനേക്കാളും വ്യത്യാസമായിട്ട് ഈശോ ഞങ്ങളുടെ കൂടെ വന്ന് ഇത് നടത്തി തരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സിസേറിയൻ്റെ തലേ ദിവസം വരെ ഡ്യൂട്ടിക്ക് പോയി. എനിക്കൊന്നും സംഭവിച്ചില്ല. അവരെല്ലാവരും വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. അതും എനിക്ക് എടുത്തു പറയാൻ ഈശോയോട് എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം എൻ്റെ 2 പ്രഗ്നൻസിക്ക് ശേഷവും ഞാൻ ഒരുപാട് വട്ടം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. പക്ഷേ ഇതിന് ശേഷം എൻ്റെ ഇളയ മോളുടെ ഡെലിവറിക്ക് ശേഷം ഒരു വട്ടം പോലും എനിക്കിതിനു വേണ്ടി ഡോക്ടറുടെ അടുത്തൊക്കെ പോകേണ്ടി വന്നില്ല. എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ അതുപോലെ കരുതി എന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പറയണേ, നമ്മുടെ രമ്യയുടെ ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറഞ്ഞത്. ഡോക്ടറും ഈവൻ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ അങ്ങനെ 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആരോഗ്യമല്ലേ ഇനി പ്രധാനം എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ രക്ഷിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തൊട്ട് ഡെലിവറി, ഡിസ്ചാർജ്, വീട്ടിൽ വന്ന് ആ സമയങ്ങളിലെല്ലാം ദൈവം തൻ്റെ കാവൽ മാലാഖമാരെ അയക്കുന്ന പോലെ നേഴ്സസ് മിനിസ്ട്രിയിലെ ഓരോ ചേച്ചിമാരും, പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിലും ഒരു ചേച്ചി സ്വന്തം അമ്മയെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്ന പോലെ ഒരു ചേച്ചി രമ്യയുടെ കൂടെ ഉണ്ടായിരുന്നു. ഡിസ്ചാർജ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണെങ്കിലും ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കാൻ ഈ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഞാൻ ആകെ ടെൻസ്ഡായിരുന്നു. ഇവനും കുഞ്ഞാണ്, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നോക്കും. പക്ഷേ അന്നേരം എല്ലാം ഓരോ ചേച്ചിമാർ എന്നോട് വിളിച്ച് പറയുകയാണ്, ഇങ്ങോട്ടൊന്നും വരണ്ട, ഹോസ്പിറ്റലിലേക്ക് വരണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, കുഞ്ഞുങ്ങളെ നോക്കി അവർക്കുള്ള കാര്യങ്ങൾ നോക്കി വീട്ടിൽ ഇരുന്നോളാനാണ് നമ്മുടെ മിനിസ്ട്രി. അതല്ലേ കെയറിംഗ് ആൻഡ് ഹീലിംഗ് മിനിസ്ട്രി. തീർച്ചയായിട്ടും അത് നമ്മളവിടെയെല്ലാം ഈശോയുടെ വലിയൊരു സ്നേഹമാണ് എനിക്ക് അനുഭവിക്കാൻ. കാരണം ആരുമില്ല, നാട്ടിൽ നിന്ന് അമ്മയെ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല കോവിഡ് മൂലം. അങ്ങനെ ആരുമില്ലാതിരുന്നൊരു അവസ്ഥയിൽ നമ്മുടെ മിനിസ്ട്രിയിലെ ചേച്ചിമാരെല്ലാം അവിടെ എത്തും. ഈവൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പോലും മറന്നുപോയി കൊച്ചിൻ്റെ വാക്സിനേഷൻ. ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ രാവിലെ അങ്ങോട്ട് വരിക, നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് വരും, രമ്യ വരേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വരാം. അപ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹം ഞാൻ അനുഭവിക്കുകയായിരുന്നു, ഞങ്ങളുടെ കുടുംബം അനുഭവിക്കുകയായിരുന്നു ചെയ്തത്. എനിക്കൊന്ന് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വലിയ മെസ്സേജ് അവിടെ നിങ്ങൾ നൽകിയത്. കാരണം പല ദമ്പതികളും ഇപ്പം കുഞ്ഞുങ്ങളെ ആവശ്യമില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞിൽ മാത്രം ഒതുക്കുന്നവരുണ്ട്. പക്ഷേ എനിക്കൊന്ന് രമ്യയുടെ ആരോഗ്യം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യമൊക്കെ ഈ ഒരു പ്രഗ്നൻസി ബാധിക്കുമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ 2 കരങ്ങൾ നീട്ടി ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ശരിക്കും നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും. ടോജോ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ടോജോയുടെ ആദ്യത്തെ ഒരു ശുശ്രൂഷ. പക്ഷേ അതിൽ നിന്നൊക്കെ ഈശോ ടോജോനെ ഇപ്പോൾ ഒരുപാട് വളർത്തി. എനിക്ക് തോന്നുന്നു ഇപ്പം കുവൈറ്റിലെ 4 പാരീഷുകളിലും നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ സൂമിലൂടെ ലോകം മുഴുവനും ശുശ്രൂഷ ചെയ്തു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ശ്രേയക്കുട്ടിയുടെ കൂട്ടത്തിൽ ഒരു പാട്ട് പാടി, അതൊരു വലിയ ഹിറ്റായിരുന്നു അല്ലേ ആ പാട്ട്. എനിക്ക് ഒരുപാട് ആളുകൾ അത് സ്വീകരിച്ചു, യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ കണ്ട ആ പാട്ട്. അപ്പോൾ അത് പാടുവാനുള്ള സാഹചര്യം എന്തായിരുന്നു? വരണേ, ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പള്ളിയിൽ കൊയറിൽ നിന്നുള്ള പരിചയങ്ങളൊക്കെ ഉള്ളൂ. എൻ്റെ പപ്പ പള്ളിയിൽ പാട്ട് പാടുമായിരുന്നു, ഹാർമോണിയൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞിലേ തൊട്ടേ
പള്ളി പോകുമ്പോൾ ഏറ്റവും മുന്നിൽ ആ കൊയറിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഈ പാട്ട് യാദൃച്ഛികമായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഇതിൻ്റെ മ്യൂസിക് ചെയ്ത മ്യൂസിക് ഡയറക്ടർ എന്നെ വിളിക്കുകയും ഇങ്ങനൊരു പാട്ടുണ്ടെന്ന് പറയുകയും, അപ്പോൾ അത് കൂടെ പാടുന്ന വലിയ ഒരു പ്രഗത്ഭയായ ഒരാളായിരിക്കും, ആരാന്ന് പറഞ്ഞൊന്നുമില്ല. പക്ഷെ അന്നേരം ഏതായാലും അത് സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. അത് പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോയി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാടിയ പോർഷൻ്റെ ഫയൽ അവിടുന്ന് മിസ്സായി, വീഡിയോ മിസ്സായി. അപ്പോൾ ആ പാട്ട് തന്നെ ഉണ്ടാകുകയില്ല, ഇറങ്ങുകയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ വന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്കിനി ഇവിടുന്ന് അവധിക്ക് പോകാനായിട്ട് പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് വേറെ ആരെങ്കിലും വെച്ച് ആ പാട്ട് പാടിച്ചോളാം ഞാൻ പറഞ്ഞു. പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ആ പാട്ടിന് കൂടുതൽ പ്രാർത്ഥന ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ പാട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നേഴ്സസ് മിനിസ്ട്രിയിലെ ഒക്കെ ഉള്ള എല്ലാവരോടും പറഞ്ഞു ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പറഞ്ഞു. ഒരു ദിവസം കത്തീഡ്രൽ പള്ളിയിൽ ഞങ്ങൾ പോയപ്പോൾ മാതാവിൻ്റെ ഗ്രോട്ടോടെ മുന്നിൽ വെച്ച്, അത് രമ്യയാണ് എന്നോട് പറഞ്ഞത്, ആ പാട്ട് പാടി മാതാവിൻ്റെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫോൺ കോൾ വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് എല്ലാം പെട്ടെന്ന് ആ പാട്ട് റിലീസായി. അതിലും വലിയ സന്തോഷം വരണേ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും വിശ്വകുർബാന സീണത്തിന് ഈ പാട്ട് പാടി അത് ഓരോരുത്തർ അതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നു. അത് വലിയ സന്തോഷമാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു ബ്രദർ ക്ലാസ് എടുക്കാൻ വന്നപ്പം ഞങ്ങൾക്ക് നല്ലൊരു കൊയർ ടീമുണ്ട് ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് അബ്ബാസി ഏരിയയിൽ. അപ്പം ഞങ്ങളോട് അദ്ദേഹം പറയുകയുണ്ടായി, പാട്ട് പാടുന്നവരെ അല്ല ഈശോയ്ക്ക് ആവശ്യം, ആരെയും ഈശോ തിരഞ്ഞെടുക്കും, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുമ്പം ഈശോ നമ്മുടെ നാവിലൂടെ ആ പാട്ട് പാടിക്കോളൂ എന്നാണ് പറഞ്ഞു. അപ്പോൾ ആ ഒരു ചിന്തയാണ് എന്നിലേക്ക് വന്നത്. അപ്പോൾ ഈ പാട്ടിലൂടെ ഈശോ ആണ് ശരിക്കും എനിക്കൊരു അഭിഷേകമുള്ളൊരു പാട്ടായിട്ട് അത് മാറി അല്ലേ? തീർച്ചയായിട്ടും. ടോജോ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു പാട്ടിൻ്റെ 2 ലൈൻ പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും വരണേ. നാഥനേൽക്കുവാൻ നാവിലനുഭവമായി വരും സമയം, സ്വർഗം കവിയുകയായി മണ്ണിൽ പൊഴിയുകയായി നിൻ കാരുണ്യം തേന്മാരിയായി. കണ്ണോ കടലുകളായി കണ്ണീർ നിറയുകയായി അനുതാപം പരമാകും സമയം. സ്വർഗം കവിയുകയായി മണ്ണിൽ പൊഴിയുകയായി നിൻ കാരുണ്യം തേന്മാരിയായി. തിരുനിണം തുളുമ്പിടും ഈ കാസയിൽ നീ എന്നും സ്നേഹമായൊഴുകി. തിരുനിണം തുളുമ്പിടും ഈ കാസയിൽ നീ എന്നും സ്നേഹമായൊഴുകി.
മായുകയായി നിൻ കാരുണ്യം തേന്മാരിയാ. അപ്പം എനിക്കറിയാം ടോജോ വളരെ തിരക്കുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഒരു ശുശ്രൂഷയും അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷയുടെ ജീവിതം ഈ ജോലി മേഖലയെ ബാധിക്കാറുണ്ടോ? വരണ എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. ഞാൻ ആ കൂടെ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലും നമ്മുടെ പള്ളിയിലെ കൊയറിലെ പാട്ടൊക്കെ പാടുന്നുള്ളൂ. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം. ഞാനും ആദ്യം ചിന്തിച്ചിട്ടുണ്ട് ഇത്, ജോലി മേഖലയും ശുശ്രൂഷ മേഖലയും എങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്നുള്ളത്. ഒരിക്കലും ഈ ശുശ്രൂഷ മേഖല എൻ്റെ ജോലിയിൽ ഒരിക്കലും ബാധിച്ചിട്ടില്ല. കാരണം തിരക്കുള്ള ഹോസ്പിറ്റലാണ്, സൈക്കാട്രി ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ബ്രേക്കിൻ്റെ സമയത്ത് ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി പാട്ടൊക്കെ പാടേണ്ടി വന്നിട്ടുണ്ട്. അത് എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ട് എൻ്റെ ബ്രേക്കാക്കി എടുത്തിട്ട് അവിടെ നിന്ന് പാട്ടൊക്കെ ഇടയ്ക്ക് പാടാറുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ടോജോ സന്തോഷിക്കുന്നുണ്ടല്ലേ? കാരണം ഈ പറഞ്ഞതുപോലെ ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഓഫൊക്കെ കിട്ടുമ്പോൾ അതിനുവേണ്ടി കൂടുതലായിട്ട് ഒരുങ്ങുവാൻ വേണ്ടി ടോജോ ശ്രമിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും വരണേ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്, എനിക്കൊന്ന് ഒരുപാട് നേഴ്സുമാരുടെ ജീവിതത്തിലേക്ക് ഈ കോവിഡ് കടന്നു വന്നു. എനിക്കറിയാം ഈ ഒരു മഹാമാരി നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വന്നു. പക്ഷേ നിങ്ങൾ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തു. അതൊന്ന് എങ്ങനെയായിരുന്നു ഞങ്ങളോട് പറയാമോ? ശരിക്കും കോവിഡ് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായ ഒരു സമയമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് പിടിച്ചിരുന്നു. എനിക്കാണ് ആദ്യം പോസിറ്റീവായത്. ഞാനൊരു കാര്യം ആദ്യം പറയാം. രമ്യയുടെ റിസൾട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പം രമ്യ റിസൾട്ട് കേട്ടിട്ട് ചിരിക്കുക. അപ്പം അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഇത് ആദ്യമായിട്ടാണ് ഒരാളോട് പോസിറ്റീവാണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നത് ഞാൻ കേൾക്കുന്നതെന്ന് പറഞ്ഞു. കാരണം അവൾക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു വീട്ടിൽ കുഞ്ഞുങ്ങളോട് ഇരിക്കാം, 10 ദിവസം അവധി ആയിട്ട് ഇരിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ടാണ്. എനിക്കൊന്ന് എല്ലാവരും ഭയങ്കര പേടിയാണ് ഈ കോവിഡ് വരുന്നത്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് നേഴ്സസ് മിനിസ്ട്രിയുടെ കരുണയുടെ ജപമാല നടക്കുന്ന സമയമായിരുന്നു അന്നേരം. അതെ അതെ ശരി, ആ സമയം ഞാൻ അപ്പം ഞങ്ങളുടെ വീട്ടിൽ 2 മുറിയുണ്ട്. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് പിടിക്കല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരു മുറിയിലേക്ക് ഐസൊലേറ്റഡ് ആയി. അപ്പം നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ ഇൻ്റർസെഷൻ്റെ ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ വൈകുന്നേരത്തെ ശുശ്രൂഷയ്ക്ക് പാട്ട് പാടാനായിട്ട് പറ്റുമോ, എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതി, തൊണ്ടയൊക്കെ ശരിയാണോ, ചുമയുണ്ടോ? അപ്പം ഞാനത് സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തു. അപ്പം വെളുപ്പിനെ 1:30 ശുശ്രൂഷയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉറങ്ങും. പിന്നെയും ചേച്ചി എന്നെ വിളിക്കും. 3:30 അടുത്ത ശുശ്രൂഷയുണ്ട്. അങ്ങനെ ഒരു 5-6 ദിവസം ഈ ശുശ്രൂഷ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കോവിഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞതേ ഇല്ല. കാരണം അതിൻ്റെ പാട്ടുകൾ പകലായിട്ട് പാട്ടുകളൊക്കെ നോക്കും. ഒരു ചുമയായിട്ട് അതിനോടനുബന്ധിച്ച് ഒരു കാര്യങ്ങളും എനിക്ക് അഫക്റ്റ് ചെയ്തില്ല. പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് പക്ഷേ സഹിക്കാവുന്ന ചില ബുദ്ധിമുട്ടുകളെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കും രമ്യയ്ക്കും ഒക്കെ പോസിറ്റീവായിരുന്നു. അതെല്ലാം ദൈവം സഹിക്കാവുന്ന ഒരു രീതിയിൽ മാത്രമേ ഞങ്ങൾക്ക് തന്നുള്ളൂ. അപ്പം ഈ കോവിഡ് വന്നപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഇന്നാളിലൊരു ബ്രദർ എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ ഒരു ഭവനം ദൈവം തരുമെന്ന്. അപ്പം ഞാൻ ഓർത്ത് UK, അയർലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എൻ്റെ ചിന്ത പോയി. പക്ഷേ ഇപ്പോഴാണ് ഇത് മനസ്സിലാക്കിയത്. 2 മുറിയുള്ള ഒരു റൂം തന്നു, ദൈവം തന്നു. അത് പള്ളിയുടെ അടുത്ത്. അപ്പോൾ ആ മുറി ഒരു സെപ്പറേറ്റഡ് ആയുള്ള മുറി നിന്നുകൊണ്ടാണ് എനിക്ക് അന്നേരം പാട്ട് പാടാൻ പറ്റിയത്. കാരണം കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്നും ഒരിക്കലും ഞാനത് ഏറ്റെടുക്കത്തില്ലായിരുന്നു. കാരണം കൊച്ചൊക്കെ ഉണ്ട്, കുഞ്ഞിനൊക്കെ ഉറങ്ങുമൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ദൈവാനുഗ്രഹം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്കുണ്ടായി. രമ്യ, നിങ്ങളുടെ കുടുംബത്തിൽ ടോജോ കുട്ടികൾക്ക് നല്ലൊരു അപ്പനും രമ്യയ്ക്കൊരു നല്ല ഭർത്താവുമാണെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ പലപ്പോഴും ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ രമ്യയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചൊക്കെ വളരെ കരുതലുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഒന്ന് പറയാമോ? ശരിയാണ്. കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ എന്നേക്കാൾ എത്ര തിരക്കുണ്ടെങ്കിലും എന്നേക്കാൾ കൂടുതൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ജോച്ചൻ തന്നെയാണ്. അതുകൂടാതെ തന്നെ ജോച്ചന് സന്ധ്യാപ്രാർത്ഥന എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാവരും എത്ര താമസിച്ചാലും സന്ധ്യാപ്രാർത്ഥന എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള നിർബന്ധമാണ്. അതുപോലെ തന്നെ കൂടുതൽ സമയം പേഴ്സണൽ പ്രെയറിൽ രാവിലെ ആണെങ്കിലും കുട്ടികൾ പേഴ്സണൽ പ്രെയർ ചെല്ലാതെ വേറൊരു കാര്യത്തിലേക്കും പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധമുണ്ട്. അതെല്ലാം ജോച്ചൻ്റെ ഇതിൽ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമുള്ള, അതുകൊണ്ട് കുട്ടികൾക്ക് പോലും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണും. നല്ല കുടുംബനാഥനാണ് ആണ്, തീർച്ചയായിട്ടുമാണ്. എനിക്ക് നമ്മുടെ ഈ ഒരു മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ ഇത്ര മനോഹരമായിട്ട് നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കുന്നത്. ജോക്കുട്ട, മോന് സുഖാണോടാ? ശരിക്കും ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടല്ലേ? ശരിക്കും അവർക്കൊന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല, അവരുടെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ സാധിച്ചില്ല. എനിക്കൊന്ന് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മളിവിടെ സ്കൂളുകളൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം ജോക്കൂട്ട, ഈ കോവിഡൊക്കെ പെട്ടെന്ന് മാറി അല്ലേ
നമുക്ക് പെട്ടെന്ന് സ്കൂളിൽ പോകാനും കൂട്ടുകാരുടെ കൂടെയൊക്കെ കളിക്കാനൊക്കെ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മോന് നന്നായിട്ട് പാട്ട് പാടുമെന്ന് അങ്കിൾ കേട്ടിട്ടുണ്ട്, പപ്പായെ പോലെ. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാലുവേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. മോൻ നന്നായിട്ട് പാടി കേട്ടോ. പപ്പയെ പോലെ നല്ല അഭിഷേകമുള്ളൊരു പാട്ടുകാരനായിട്ട് മാറണം. ഈശോയ്ക്ക് വേണ്ടി നല്ല ശുശ്രൂഷകളൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ ഡാനിക്കുട്ടനെ കൊണ്ട് ഇനി എന്നാ നമ്മൾ പാട്ട് പാടുവോ അല്ലോ വചനം പറയുമോ? ഡാനിക്കുട്ടൻ വചനം പറയും. ഡാനിക്കുട്ട ഒരു വചനം പറയാമോ? ലൂക്കാന്റെ സുവിശേഷം 11 മകത്താകെ ഭാഗ്യം. അവൻ ഇത് സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഒച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വകിച്ച് ഉദരവരും നിന്നെ പാലൂട്ടിയ മുലകളും ഭയമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭയമായ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആമേൻ. മോൻ നന്നായിട്ട് വചനം പറഞ്ഞു കേട്ടോ. ഇനി ഒരുപാട് വചനങ്ങൾ പഠിക്കണം, നല്ലൊരു വചന ശുശ്രൂഷകനാകണം കേട്ടോ. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വ്യത്യസ്തമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15 അധ്യായം 19 ഇപ്രകാരം പറയുന്നുണ്ട്, വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകുമെന്ന്. പ്രത്യാശ നഷ്ടപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കണം. അതിനായിട്ട് നമ്മെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൻ്റെ ക്രിസ്തു സാക്ഷ്യത്തിനായി നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ഒപ്പം നമ്മുടെ കുടുംബങ്ങളെയും അവിടുത്തെ മഹനീയ പ്രവൃത്തികൾക്കായി പൂർണ്ണമായും വിട്ടു നൽകാം. അങ്ങനെ വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ സമർപ്പണ ജീവിതത്തെപ്പറ്റി പറയുന്നത് നമ്മുടെ ജീവിതങ്ങളിലും സംഭവിക്കട്ടെ. ഒരു മഹാസമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന ഒരു തുള്ളി വെള്ളം പോലെ കൊച്ചു ത്രേസ്യ അദൃശ്യയായി, ഈശോ മാത്രം അവശേഷിച്ചു. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.